പെട്ടെന്ന് ഞാൻ പോയി അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ആരും അവിടെ ജീവനോടെ ഇല്ല, ഉള്ള ആളുകളെല്ലാം ഇനിയും മരിച്ചവരാണെന്ന് പറഞ്ഞു. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ, നമ്മളോട് സഹകരിച്ച് ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒരു നിമിഷം പെട്ടെന്ന് നമ്മുടെ കൺമുൻപിൽ നിന്ന് ഒരേ ദിവസം തന്നെ അവരെ കാണാതായി പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരിക്കലും ചോദിക്കാൻ സാധിക്കുകയില്ല, എന്തിനാണ് ദൈവമേ ഇത് ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോവുകയില്ല. പന്ത്രണ്ടാം തീയതി അതിരാവിലെ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയുണ്ടായി. NBTCയുടെ ക്യാമ്പിൽ ഫയറായി. എൻ്റെ കസിൻ ബ്രദറായ സ്റ്റെഫിൻ അവിടെയുണ്ട്. അവൻ താഴെ ഇറങ്ങിയിട്ടില്ല, സേഫ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷെങ്കിൽ അവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ ഓരോ ഫ്ലോറിൽ നിന്നിട്ട് സഹായത്തിന് വേണ്ടി കൈകാട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ഫയർ ഫൈറ്റേഴ്സ് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആംബുലൻസ് സ്റ്റാഫ് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുവൈറ്റിൽ ഞാൻ വന്ന് 10 വർഷക്കാലം ആംബുലൻസിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പല കേസുകളും, ഭീകരമായ കേസുകളും പല രീതിയിലുള്ള ആക്സിഡൻസും ഇതെല്ലാം കണ്ടിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ഒരു ഷോക്ക് ആയിട്ടില്ല. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. ഏകദേശം 5:30 ഞാൻ അവിടെ ചെന്നു. അതിനുശേഷം അവിടെയുള്ള ആംബുലൻസ് സ്റ്റാഫിനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഞാനവിടെ അവരുടെ കൂട്ടത്തിൽ വന്ന പേഷ്യൻസിനെ, കാഷ്വാലിറ്റികളെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും സ്റ്റേബിളായിട്ടുള്ള ആളുകളെ നമ്മൾ അവിടെ നിന്ന് തന്നെ സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് മാറിയിരിക്കാനൊക്കെ പറയുകയും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ടുള്ള കാഷ്വാലിറ്റിനെയൊക്കെ പെട്ടെന്ന് തന്നെ അടുത്ത ആംബുലൻസുകൾ ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പ്രിയ സ്റ്റെഫിൻ്റെ സഹോദരനായ ഫെബിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ധാരണ സ്റ്റെഫിൻ സേഫായിട്ട് മേളത്തെ ഫ്ലോറിലുണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആ ഒരു തിരക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേങ്കിലും ഞങ്ങൾ സ്റ്റെഫിൻ ഇപ്പോൾ ഇറങ്ങി വരും എന്നുള്ള ഒരു കണക്കൂട്ടൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം അവർ ഇവാക്യുവേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് കണ്ട് പെട്ടെന്ന് ഞാൻ പോയി അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനിയും ആരും അവിടെ ജീവനോടെ ഇല്ല, ഉള്ള ആളുകളെല്ലാം ഇനിയും മരിച്ചവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബ്രദർ 5th ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 5th ഫ്ലോറിലോട്ട് പോകുവാൻ, എൻ്റെ ബ്രദറിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവരുടെ കൂട്ടത്തിൽ 5th ഫ്ലോറിലേക്ക് പോയി. പക്ഷേ വളരെ മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോവുകയില്ല. അങ്ങനെ 5th ഫ്ലോറിൽ ചെന്നെങ്കിലും എൻ്റെ കസിൻ ബ്രദറിനെ കാണുവാൻ എനിക്ക് സാധിച്ചില്ല. അവിടെ ആളുകളെ നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം റൂമിൽ ഫുള്ള് ഇരുട്ടും പുകപടലവും നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആള് മിസ്സിങ് ആണെന്നുള്ള ഇതിൽ കണക്കൂട്ടിൽ ഞങ്ങൾ താഴെ ഇറങ്ങി വന്നതിന് ശേഷം വളരെ വേദനയോടുകൂടിയായിരുന്നു. പ്രിയ പൈതൽ സ്റ്റെഫിനെ അന്വേഷിച്ച് ഞാൻ അദാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് 4 ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ എൻ്റെ സഹോദര തുല്യമായി സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ആയിരുന്ന ഷമീർ, കൊല്ലം ജില്ലക്കാരനാണ് ഷമീർ. അദ്ദേഹത്തിൻ്റെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇടയായി. വളരെ മാനസികമായി തകരുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ
ഏതുമില്ല എന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം തിരികെ വന്ന് അപ്പോഴേക്കും ആ സീൻ മൊത്തം ഫോറൻസിക്കുകാർ സീൽ ചെയ്തിരിക്കുകയാണ്. നമ്മളെ ആർക്കും അങ്ങോട്ട് എൻട്രി ഇല്ല. പിന്നീട് അറിയാൻ സാധിച്ചു, ദജീജിൽ ചെല്ലുമ്പോൾ അവിടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അവിടെ പോവുകയും പ്രിയ സ്റ്റെഫിൻ്റെ ബിലോങ്ങിങ്സ്, എൻ്റെ പേഴ്സ്, സിവിൽ ID, വാച്ച് ഇവ കാണുകയും അത് സ്റ്റെഫിൻ ആണെന്ന് കൺഫേം ആക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി സ്റ്റെഫിൻ കുവൈറ്റിൻ്റെ പ്രദേശത്ത് കടന്നു വന്നിട്ട് വന്ന നാൾ മുതൽ തികഞ്ഞ ആത്മീയൻ എന്ന് പറയാം ആ പൈതലിനെ കുറിച്ച്. യാതൊരു രീതിയിലും ഒരു മനുഷ്യരോട് കോപത്തോടു കൂടി സംസാരിക്കുകയോ ഒന്നുമില്ല. ചർച്ചിൻ്റെ ആത്മീയ ആയ ഏത് കാര്യത്തിനും മുൻപന്തിയിൽ പാട്ട് പാടുവാനും കൊയറിനെ ലീഡ് ചെയ്യുവാനും അവൻ കീബോർഡ് നല്ലപോലെ വായിക്കുമായിരുന്നു. കീബോർഡ് വായിക്കുവാനും എല്ലാം മിടുക്കനായൊരു പൈതലായിരുന്നു. തൻ്റെ കോളേജ് പഠനത്തിലും BTechനും M.Techനും പ്രിയ പൈതൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ റാങ്ക് ഹോൾഡറായി രാജീവ് ഗാന്ധി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും പാസ് ഔട്ടായ പൈതലായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഒരു മനുഷ്യരുടെ ഇടയിൽ പോലും അവൻ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പൈതലാണെന്ന് അവൻ ആരോടും പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആത്മീയമായി എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന പൈതലായിരുന്നു പ്രിയ സ്റ്റെഫിൻ. ആ സ്റ്റെഫിൻ്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചർച്ചിൻ്റെ ജീവിതത്തിൽ, അവനുമായിട്ട് ഇടപെട്ട എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വളരെ വേദനയുളവാക്കി. അതുപോലെ തന്നെ കൂടെ മരണപ്പെട്ട എൻ്റെ മറ്റൊരു കസിനാണ് സാജൻ ജോർജ്. അദ്ദേഹം വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. അദ്ദേഹവും ഇതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നാട്ടിലെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ വന്ന സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത്. കൂടാതെ ഹൈവേ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഏകദേശം 20 പേരോളം, അതിൽ ഈ കഴിഞ്ഞ 16 വർഷക്കാലം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ, നമ്മളോട് സഹകരിച്ച് ഇടപെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഒരു നിമിഷം പെട്ടെന്ന് നമ്മുടെ കൺമുൻപിൽ നിന്ന് ഒരേ ദിവസം തന്നെ അവരെ കാണാതായി പോവുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരിക്കലും താങ്ങുവാൻ പറ്റില്ല. ആ ഒരു ശൂന്യത നമുക്ക് ഒരിക്കലും നികത്തുവാൻ സാധിക്കില്ല. അതുപോലെ മാനസികമായി ഭാരത്തിലായി. പ്രിയ ഷമീർ എൻ്റെ പൈതങ്ങളുമായി വളരെ വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് എൻ്റെ പൈതങ്ങളുടെ ജീവിതത്തിലും വളരെയേറെ വിഷമമുളവാക്കി. നമുക്ക് ദൈവത്തോട് ഒരിക്കലും ചോദിക്കാൻ സാധിക്കുകയില്ല, എന്തിനാണ് ദൈവമേ ഇത് ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മനുഷ്യനാൽ ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു അധികാരവും നമുക്ക്